സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി 4ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കൈയിൻ്റെ താഴ്ഭാഗത്തുള്ള വിടുത്താണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് റൗണ്ട് കിട്ടിയത് 9 അപ്പോൾ അതിൻ്റെ പകുതി 4.5 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാൻ കേട്ടോ. അത് നമ്മൾ സ്ലീവിൻ്റെ ഒറിജിനൽ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 21 എനിക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ആം ഹോളിൻ്റെ വിടുത്താണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ വിടുത്ത് കണക്കാക്കാൻ അറിയുമെങ്കിൽ അങ്ങനെ കണക്കാക്കിയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ 1/4 പ്ലസ് സെയിം അലവൻസ് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ ആ ഒരു ആം ഹോള് അളവ് മെഷർ ചെയ്തിട്ട് നമുക്ക് അത് ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ അവിടെ കിട്ടിയത് അത് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് താഴോട്ട് ഒരു 3.5 3.25 നമുക്ക് ചെരിച്ച് വരച്ചു കൊടുക്കാം. നമുക്കിന്ന് താഴേക്ക് വരച്ചിട്ട് അതിലേക്ക് ഒരു ക്രോസ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് കുഴിച്ചൊന്നും വെട്ടണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് വരച്ചെടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ നോർമൽ സ്ലീവ് ഏതൊരു ഡ്രസ്സിനും ചെയ്യുന്ന ഒരു നോർമലായിട്ടുള്ള സ്ലീവാണ് ഇപ്പോൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ പഫിനുള്ള ചെയ്യാൻ പോകുന്നത്. പഫിന് എനിക്കിവിടെ ആകെ മെറ്റീരിയൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലെങ്ത്ത് കൂടുതലായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആകെ 6 ഇഞ്ചാണ് കേട്ടോ. പഫിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുക്കാനായിട്ടുള്ളത് 6 ഇഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പോരാന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 10 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അതെ, അപ്പോൾ ഇത് കുറച്ച് ചുളിവ് കുറവാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കിവിടെ മെറ്റീരിയൽ കുറവായതുകൊണ്ട്. അപ്പം എന്തായാലും ഇപ്പം ഞാനുള്ളത് മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് 6 ഇഞ്ചാണ്. അപ്പം നമ്മൾ അവിടുന്ന് നമുക്ക് താഴെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ആം ഹോളിൻ്റെ ഒരു സെൻറ്റർ ഭാഗം. ആ ഒരു പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ കാണിക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗത്തെ മെഷർമെൻറ്റ് ഹാഫ് എടുത്തിട്ട് അതിൻ്റെ സീം അലവൻസും ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് എടുത്ത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. അവിടുന്ന് നമ്മൾ ചെരിവ് ഒരു 3.25 ഇഞ്ച് ചെരിവ് കൊടുത്തു. പിന്നെ ക്രോസ് ആയിട്ട് ലൈൻ വരച്ചു. അത് കൂടെ നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ആ ഒരു ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ നമ്മളൊരു 6 ഇഞ്ചാണ് മുകളിലേക്ക് എടുത്തിട്ടുള്ളത്. അവിടുന്ന് ഇതാ ഒരു പോയിന്റിലേക്ക് ഷേപ്പ് വരച്ചു കൊടുത്തു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് കട്ട് ചെയ്യാന്ന് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ ആം ഹോളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തത്, ആ പോയിന്റിൽ ചെറുതായിട്ടൊരു വി പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ലീവിൻ്റെ സെൻറ്ററും നമ്മളൊന്ന് വി പോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ വി പോലെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ പ്ലേറ്റ് ഇട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഈ ഒരു കട്ട് ചെയ്തല്ലോ അത് വരക്ക് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഇലാസ്റ്റിക് വെക്കാനുള്ള ഒരു മാർക്കിങ് ചെയ്യാനുണ്ട്. ഞാനത് ശരിക്കും നമ്മൾ പ്ലേറ്റ് ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇനി ഇതിങ്ങനെ നമ്മൾ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സെൻറ്റർ മടക്കിയതിന് ശേഷം ആ ഒരു മാർക്കിങ് കൊടുക്കാൻ കേട്ടോ. മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മാർക്കിങ് ചെയ്യാൻ. ഇലാസ്റ്റിക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ കൂട്ടിയെടുത്തത് ഒരു 10 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈൻ്റെ ഒരു മുട്ട് വരെയൊക്കെ ഇലാസ്റ്റിക് വെക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, എത്ര ഇലാസ്റ്റിക് എത്ര ഇറക്കം വേണമെന്നിട്ട്. പിന്നെ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത്, അതായത് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച അത്രയും ലെങ്ത്തിൽ നമ്മൾ ഇലാസ്റ്റിക് എടുക്കരുത്. അതിനേക്കാൾ ഒരു 2-3 ഇഞ്ച് കുറവിൽ വേണം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ലെങ്ത്ത്. പിന്നെ 1/2 ഇഞ്ച് വീതിയിൽ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇലാസ്റ്റിക് വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇലാസ്റ്റിക് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും എനിക്ക് സ്ലീവിന് ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഡ്രസ്സിൽ പിടിപ്പിച്ച് കൊടുക്കാം. ആ ഒരു സെൻറ്റർ നമ്മൾ ചെറുതായിട്ടൊന്ന് വി പോലെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് തന്നെ കറക്റ്റായിട്ട് ഡ്രസ്സിൻ്റെ ഷോൾഡറിൽ വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ പണി ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞാൻ പിന്നെ സൈഡ് ജോയിൻ ചെയ്യണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.